വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടി വെക്കാനായില്ല. കടുവ കാട് കയറിയിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് വനംവകുപ്പ്. സ്നിഫർ ഡോഗ് വനാതിർത്തി മേഖലയിൽ വരെ എത്തി. നാളെയും ദൗത്യം തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അതേസമയം പഞ്ചായത്തിലെ 15-ാം വാർഡിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നാളെയും തുടരും. ഇതിനിടെ വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികളും രംഗത്തെത്തി. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കടുവയെ കണ്ടെത്താൻ കഴിയാത്തതോടെയാണ് തേക്കടിയിൽ നിന്നും സ്നിഫർ ഡോഗിനെ എത്തിച്ച് പരിശോധന നടത്തിയത്. കടുവയെ കണ്ട സ്ഥലത്ത് നിന്നും 2 കിലോമീറ്റർ അകലെ വരെ സ്നിഫർ ഡോഗ് എത്തി. കടുവ ഹില്ല ശരണക്കൽ മേഖലയിലേക്ക് നീങ്ങിയതായാണ് വനംവകുപ്പ് പറയുന്നത്. വനാതിർത്തി മേഖലയായതിനാൽ കടുവ വനത്തിനുള്ളിലേക്ക് കടന്നിരിക്കാമെന്ന സംശയവും ദൗത്യസംഘത്തിനുണ്ട്. ഈ മേഖലയിൽ 2 കൂടുകൾ കൂടി സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടി വയ്ക്കുമെന്ന് കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷ് വ്യക്തമാക്കി. കടുവ അവിടെ മൂവ് ചെയ്തതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഇത് ആ നേരത്തെ വന്നിരുന്ന ട്രാക്കിന്റെ അവിടെ റിസർവ് ഫോറസ്റ്റിന്റെ ബൗണ്ടറിയാണ്. അപ്പൊ അവിടുന്ന് കാട്ടിനകത്തോട്ട് തൽക്കാലത്തേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ ഈ മയക്കുവെടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും ഈ കണ്ടിന്യൂ ചെയ്യും. ഡിസ്മാൻഡിൽ ചെയ്യുന്നില്ല, ടീംസ് എല്ലാം കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും നമുക്ക് പ്രസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. വനംവകുപ്പ് സുരക്ഷ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രദേശവാസികളുടെ ആവശ്യം. നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ എപ്പോ ഏത് സമയത്ത് വേണം ഇവര് തരും. ഈ കൂടുതൽ ഞങ്ങൾ എന്നാ ഉറപ്പാ തരേണ്ടത്? ഈ വെളുപ്പിനെ പോകുന്ന സമയത്ത് ഈ സാധനം എവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് ഒരു തൊഴിലാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സാർ ഉത്തരവാദിത്വം പറയുമോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പറയുമോ? അതൊന്ന് പറഞ്ഞുകൊട്ടെ. ഞങ്ങൾ ഇത്രയും ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. തൊഴിലാളികൾക്കും ലയങ്ങൾക്കും പരീക്ഷ നടക്കുന്ന സ്കൂളിലും വനംവകുപ്പിന്റെ പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്ന് കോട്ടയം ഡിഎഫ്ഒ എൻ രാജേഷ് ഉറപ്പിലാണ് പ്രതിഷേധക്കാർ മടങ്ങിയത്. കടുവയെ പിടികൂടാനുള്ള ദൗത്യം നാളെയും തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ഇടുക്കി വിഷൻ, കുമളി.